ശക്തരായ പാണ്ഡവരിൽ ഭീമനായിരുന്നു ഏറ്റവും കരുത്തൻ. അദ്ദേഹത്തിന്റെ ശക്തിക്ക് തുല്യനായി ആരുമുണ്ടായിരുന്നില്ല. ധീരത അതിരുകളില്ലാത്തതായിരുന്നു. എന്നാൽ അവന്റെ ശക്തിയിൽ എല്ലാവരും സന്തുഷ്ടരായിരുന്നില്ല. പ്രത്യേകിച്ച് കൗരവരിൽ മൂത്തവനായ ദുര്യോധനൻ അസൂയയും വെറുപ്പും കൊണ്ട് നീറുകയായിരുന്നു. ഒരു ദിവസം ദുര്യോധനൻ ദുഷ്ടപദ്ധതിയുമായി മുന്നോട്ട് വന്നു. സൗഹൃദം നടിച്ചുകൊണ്ട് ഭീമന് വിഷം കലർത്തിയ ഒരു പാനീയം നൽകി. ബന്ധുവായ ദുര്യോധനനെ വിശ്വസിച്ച് ഭീമൻ അത് കുടിക്കുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് ദുര്യോധനൻ തന്റെ സഹോദരൻ ദുശാസനനോടൊപ്പം ഭീമന്റെ അബോധാവസ്ഥയിലായ ശരീരം ഗംഗാ നദിയിലേക്ക് എറിഞ്ഞു. അവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർ കരുതി. എന്നാൽ വിധിക്ക് മറ്റൊരു പദ്ധതിയായിരുന്നു. ഭീമന്റെ ശരീരം നദിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. ഉപരിതലത്തിൽ നിന്ന് വളരെ താഴേക്ക് താഴ്ന്നുകൊണ്ടേയിരുന്നു. ഒരു നിഗൂഢവും തിളക്കമുള്ളതുമായ ലോകത്തേക്ക് അവന്റെ ശരീരം പ്രവേശിച്ചു. അവന്റെ ശരീരം എത്തിപ്പെട്ടത് നാഗങ്ങളുടെ രാജ്യത്തായിരുന്നു. സർപ്പരാജാവായ വാസുകി ഭരിക്കുന്ന ഇടം. അവിടെ നാഗങ്ങൾ തങ്ങളുടെ പ്രദേശത്ത് ഒരു മനുഷ്യൻ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ആദ്യം അവർ ജാഗ്രതയോടെയായിരുന്നു. എന്നാൽ അവർ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഇത് കുന്തിയുടെയും പാണ്ഡുവിന്റെയും മകനായ ഭീമനാണ്. കൂടാതെ വായുദേവന്റെ പുത്രനും. ബഹുമാനവും ഭയവും കൊണ്ട് നാഗങ്ങൾ ഭീമന്റെ ശരീരത്തിൽ നിന്ന് വിഷം നീക്കം ചെയ്യുകയും അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ ഭീമൻ ഉണർന്നപ്പോൾ താൻ ഇതുവരെ സങ്കല്പിക്കാൻ കഴിയാത്തത്ര മനോഹരമായ ഒരു സ്ഥലത്താണെന്ന് അവന് മനസ്സിലായി. അവന്റെ മുന്നിൽ സർപ്പങ്ങളുടെ മഹാരാജാവായ വാസുകി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസുകി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ഭീമ, ഞങ്ങൾക്കറിയാം നീ ആരാണെന്ന്. അങ്ങനെ വാസുകി ഭീമന് നാഗരസ എന്ന ദിവ്യ ഔഷധം നൽകി. 10,000 ആനകളുടെ ശക്തി നൽകാൻ കഴിയുന്നത്രയും ശക്തിയുള്ള ഒരു മാന്ത്രിക മരുന്ന്. ഭീമൻ ആ ഔഷധം കുടിക്കുകയും എന്നിട്ട് 8 ദിവസം പൂർണ്ണമായി വിശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ശക്തി അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞു. അവൻ ഉണർന്നപ്പോൾ അവൻ പഴയ ഭീമൻ ആയിരുന്നില്ല. അവന്റെ പേശികൾ ശക്തിയോടെ തുടിച്ചു. അവൻ സങ്കല്പിക്കാനാകാത്ത ശക്തിയുള്ളൊരു യോദ്ധാവായി മാറിയിരുന്നു. അഗാധമായ നന്ദിയോടെ ഭീമൻ വാസുകിക്കും നാഗങ്ങൾക്കും പ്രണാമം അർപ്പിച്ചു. അവർ അവനെ അനുഗ്രഹിക്കുകയും ഉപരിതല ലോകത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ഇപ്പോൾ മാനുഷിക ശക്തിയോടെ പുനർജനിച്ച ഭീമൻ തന്റെ കുടുംബത്തിലേക്ക് മടങ്ങിയെത്തി. എന്നത്തെക്കാളും ശക്തനായി മുന്നിലുള്ള എല്ലാ വെല്ലുവിളികളെയും കുരുക്ഷേത്ര മഹായുദ്ധത്തെയും നേരിടാൻ അവൻ തയ്യാറായി. മറ്റുള്ളവർ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോഴും വിധിയും ആന്തരിക ശക്തിയും നിങ്ങളെ ഉയർത്തും. ചിലപ്പോൾ സഹായം ഏറ്റവും അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്ന് വരും എന്നും മഹാഭാരതത്തിലെ ഈ കഥ കാണിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധേ രാധേ.